മനുഷ്യജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്ത് എത്തുക എന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്. 107 സങ്കീർത്തനത്തിന്റെ 30 വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ എന്താഗ്രഹിച്ചോ ആ തുറമുഖത്ത് ദൈവം അവരെ കൊണ്ടെത്തിച്ചു. 20 സങ്കീർത്തനം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഇന്ന് ഈ വചനം രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഒരിക്കലും നിറവേറാത്ത ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോവാ. അതിന് വിരുദ്ധമായി ഉയരുന്ന കാറ്റും കോളും പ്രതിബന്ധങ്ങളും എല്ലാം ശാന്തമാക്കുവാൻ കഴിയുന്നൊരു ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇളകി മറിയുന്ന കാറ്റുകളും കോളുകളും തിരമാലകളും നിന്റെ ജീവിതത്തെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുമ്പോൾ അവിടെ വലിയ ശാന്തത ഈ ദിവസങ്ങളിൽ വരാൻ പോകുക. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഈ ദിവസങ്ങളിൽ ചില മേഖലകൾ ശാന്തമാകാൻ പോവുക. സാമ്പത്തിക മേഖല ഒന്ന് ശാന്തമാകാൻ പോവുക. ആത്മീക ജീവിതത്തിൽ അടിക്കുന്ന കാറ്റും കോളും ഒന്ന് ശാന്തമാകാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഈ ദിവസങ്ങളിൽ നീ എന്താഗ്രഹിച്ചോ അവിടേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോവാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കൽ പോലും ചെന്നെത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഇടത്തേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടു നിർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള വക ഈ ദിവസങ്ങളിൽ നിനക്ക് തരാൻ പോവാ. അങ്ങനെ വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗസ്ഥനായ പിതാവേ, ജീവിതത്തിന് മുമ്പിൽ അടിച്ചുയരുന്ന കാറ്റുകളും കോളുകളും തിരമാലകളും വെല്ലുവിളികളും മുന്നോട്ട് വിടുകയില്ല എന്ന് വാദിക്കുമ്പോഴും വാക്കുകൊണ്ട് അതിനെ ശാന്തമാക്കി ആഗ്രഹിച്ച തീരത്ത് ഞങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും ആഗ്രഹിച്ചടത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഗോഡ് ബ്ലസ് യു.